ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2008 ഒരു വേറെ ലെവൽ ആക്ഷൻ ത്രില്ലർ, അതും ഒരു സർവൈവൽ ത്രില്ലർ. കൂടുതലായിട്ടും പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിൽ കണ്ടിരിക്കേണ്ട ഒരു മൂവിയുടെ പേര് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല. 2008 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവി കണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് ഈ മൂവി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതിൻ്റെ വൺ ലൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന് എനിക്കറിയാം. അപ്പോൾ കഥ പറയാനായിട്ട് ഞാനിവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു ക്ലബിനുള്ളിൽ നിന്നാണ്. ഇപ്പോൾ ആ ഒരു ക്ലബിൽ ഒരുപാട് പേര് ഡാൻസ് എല്ലാം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിന് നടുവിലായിട്ട് തന്നെ ഒരു പെണ്ണ് അവളും ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കാണ് അവളുടെ അടുത്തേക്ക് ഒരു മൊട്ടത്തലയും വരുന്നത്. അതുമല്ല, സുന്ദരിയായിട്ടുള്ള ആ ഒരു പെണ്ണിനെ ഒരു വശത്തേക്ക് അവൻ മാറ്റി നിർത്തി ഇപ്പൊ അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. എന്നിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണിനെ ഒരു വാനിനുള്ളിൽ കെട്ടിയിട്ട് അവൾ ഒരുപാട് അലറി വിളിച്ച് കരയുന്നുണ്ട്, എന്നെ വിടാൻ പറഞ്ഞിട്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. അങ്ങനെ ആ ഒരു കണ്ടെയ്നർ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നതും ഈ മൂവിയുടെ ടൈറ്റിൽ ഇവിടെ വെച്ച് കാണിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ഫ്രീ. അവളിപ്പോൾ രാവിലെ തന്നെ ഓടാൻ പോയേക്കാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അവളുടെ ഭർത്താവ് അവളെ വിളിച്ചിട്ട് അവൾക്കൊരു ബർത്ത്ഡേ വിഷസ് എല്ലാം പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് ഹീറോയിൻ്റെ ബർത്ത്ഡേ ആണ്. അതുമല്ല, ഞാൻ ഉടനെ തന്നെ നിന്നെ കാണാൻ വരുന്നുണ്ട് എന്നുകൂടി പറയുന്നതും ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ ലാപ്ടോപ്പ് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇപ്പം അവൾ ചെയ്തിരുന്ന വർക്ക് വേറെ ആരോ മോഷ്ടിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നതും ബ്രിയ നേരെ പോകുന്നത് തൻ്റെ ഓഫീസിലേക്കാണ്. എന്നിട്ട് അവളുടെ മാനേജറിനെ കണ്ടിട്ട് ആ ഒരു മാനേജറിനോട്, അല്ല, ഞാൻ കണ്ടുപിടിച്ച ആ ഒരു കഥ എങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു പ്രോജക്റ്റ് നിങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുമ്പോൾ ആ ഒരു മാനേജർ, ഏയ്, നിന്നെ കൊണ്ട് ഈ ഒരു ക്രൈം സ്റ്റോറീസ് ഒന്നും എഴുതാൻ കഴിയത്തില്ല, അതുകൊണ്ട് നീ ഇനി മുതൽ സിമ്പിളായിട്ടുള്ള സ്റ്റോറികൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ബർത്ത്ഡേ ദിവസമായിട്ട് തന്നെ ഇതുപോലൊരു മോശാവസ്ഥ അവൾക്ക് സംഭവിക്കുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ ഹീറോയിൻ അവളുടെ ഭർത്താവിൻ്റെ പേര് ജോൺ എന്നാണ്. അതേപോലെ തന്നെ ഇവളുടെ സുഹൃത്തും അവളുടെ ഭർത്താവും ഇപ്പോൾ ഇവർ നാലുപേരും ഒരു ഹോട്ടലിലേക്ക് വന്നിട്ട് ആ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടല്ലോ അത് നല്ലതുപോലെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജോൺ, ഇവനാണ് അവളുടെ ഭർത്താവ്. അങ്ങനെ നാലുപേര് സംസാരിക്കുമ്പോഴത്തേക്കാണ് ജോണിന്റെ സുഹൃത്തുണ്ടല്ലോ ആ ഒരു ഫ്രണ്ട്, അവൻ പെട്ടെന്ന് ജോൺ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ അതാണെങ്കിൽ സംസാരിച്ച് ഇവൻ അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇത് കാരണം ജോണിന് നല്ല ദേഷ്യം വന്ന്, എടാ, ഞാനത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ നിന്നല്ലേ, നീ എന്തിനാ ഇപ്പോൾ അത് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് എടാ സോറി എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവർ നല്ലതുപോലെ അവിടെ മതിവെച്ച് വീട്ടിലേക്ക് വന്ന് ഇപ്പം ഈ ഒരു മൂവിയിലും മുഴുവനായിട്ടും നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവളെ കുറച്ച് ഗ്ലാമറസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അത് വലിയ കാര്യമാക്കണ്ട, കഥ നമുക്ക് നല്ലതാണോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ജോൺ ഉണ്ടല്ലോ അവനിപ്പോൾ ഹീറോയിന് വേണ്ടിയിട്ട് പുതിയൊരു കാർ വാങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്നത് ഹീറോയിൻ വെളിയിലേക്ക് വന്ന് അവൾക്ക് നല്ല സന്തോഷമായി. കാരണം ഇന്നലെ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ നിന്നിട്ട് അത് അവൻ്റെ സുഹൃത്ത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. അതുകൊണ്ടാണ് ഈ ഒരു കാറെങ്കിലും സർപ്രൈസ് ആയിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ ജോൺ ഇന്നലെ പ്ലാൻ ചെയ്തതുപോലെ മലമുകളിലുള്ള ഒരു വീടുണ്ട് അവിടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിട്ട് ഇപ്പോൾ രണ്ടുപേരും ആ ഒരു കാറിൽ ആ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് പാട്ടെല്ലാം ഇട്ട് അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അത്ര ആവശ്യമില്ല. അങ്ങനെ കുറേ ദൂരം പോകുമ്പോഴത്തേക്കാണ് ഒരു ഗ്യാസ് സ്റ്റേഷൻ ഇവർ കാണുന്നത്. ഓക്കെ, വണ്ടിയിൽ കുറച്ച് പെട്രോൾ അടിച്ചിട്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഹീറോ ഇപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അടുത്തുള്ള ആ ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അവള് അകത്തേക്ക് നടന്നു പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് വെളിയിൽ മറ്റൊരു കാറിൽ ഒരു മൊട്ടത്തലയും നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കുന്നുണ്ട്. അതേസമയം ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറി വരുന്നതും അതിനകത്തുള്ളൊരു ലേഡി നമ്മുടെ ഹീറോയിനെ വളരെ ദേഷിച്ച് എന്തോ മുൻവൈരാഗ്യം പോലെ ഇല്ല പണം കൊടുക്കാനൊക്കെ ഉള്ളതുപോലെ ഉണ്ടല്ലോ അതുപോലെയെല്ലാം ദേഷ്യം നോക്കിയിട്ട് പോകുന്നു. ഇതേ സമയം നമ്മുടെ ജോൺ ആണെങ്കിലോ അവൻ കാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ബൈക്കിൽ പോകുന്ന 2-3 റൗഡികളുണ്ട്. ഇപ്പോൾ ആ ഒരു 2 റൗഡികളും നമ്മുടെ ഹീറോയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അകത്ത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ കാറിലിരുന്ന മുട്ടയുണ്ടല്ലോ അവൻ ഇപ്പോൾ ഈ ഒരു ഷോപ്പിനകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ എവിടെ നിന്ന് നോക്കി പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് അറിയാത്ത രീതിയിൽ പെട്ടെന്ന് ഹീറോയിൻ ഒരു അപ്പോൾ ഹീറോയിൻ്റെ കയ്യിലിരുന്ന ഡ്രിങ്ക്സും മറ്റു കാര്യങ്ങളെല്ലാം അവളുടെ ദേഹത്തേക്ക് ഒന്ന് വീഴുന്നതും അവൻ പെട്ടെന്ന് അയ്യോ സോറി എന്ന് പറഞ്ഞ് അവളുടെ ദേഹത്തേക്ക് തൊട്ടിട്ട് ആ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം തുടച്ച് വൃത്തിയായി കൊടുക്കുകയാണ്. അപ്പോൾ ഇവൻ ആരാണെന്നറിയോ? സ്റ്റാർട്ടിങ് സീനിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയില്ല ഒരു വലിയ കണ്ടെയ്നറിൽ വെച്ചിട്ട്. ആ മുട്ടയാണ് ഇവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇതുപോലെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ എല്ലാവരെയും മറ്റുള്ളവർക്ക് വിൽക്കും. അതും വിദേശ രാജ്യങ്ങളിലെ ഈ സെക്സ് ട്രാഫിക്കിങ് അങ്ങനെയൊക്കെ പറയുമല്ലോ അതുപോലെ. ഇപ്പോൾ ഹീറോയിൻ അവനോട് പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ നേരെ ബാത്റൂമിലേക്ക് കയറി വരും.
അപ്പോഴാണ് അവിടെ ഒരു താടിക്കാരൻ മുടിയെ നിൽക്കുന്നു. അവനാണെങ്കിലും നമ്മുടെ ഹീറോയിനെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട്. ഹീറോയിൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ അകത്തേക്ക് പോയിട്ട് അവളുടെ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ ഒരു വലിയ ട്രക്ക് ഈ ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സത്യത്തിലേ ഈ ട്രക്കിനകത്താണ് കടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു സ്ത്രീകളല്ല ഉള്ളത്. പക്ഷെ അത് ഹീറോയ്ക്ക് അറിയത്തില്ല. അവൻ സാധാരണ രീതിയിൽ തൻ്റെ കാറിനടുത്ത് തന്നെ നിൽക്കുകയാണ്, ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതേ സമയം ബാത്റൂമിനകത്തേക്ക് നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നിടത്തേക്ക് നേരത്തെ ആ ഒരു ഷോപ്പിനകത്ത് വെച്ച് കണ്ട സ്ത്രീ ഉണ്ടല്ലോ, അവരും കയറി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ ഹീറോയിനോട് എന്തോ ഒരു കാര്യം പറയാൻ വരുന്നത് പോലെ, അങ്ങനെ എന്തോ ഒരു കാര്യം ആ ഒരു ലേഡി പറയാനായിട്ട് വരുന്നതും വെളിയിൽ നിന്ന് ആ ഒരു മുടിയാനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഡോർ തുറന്ന് ഹേയ് ഇവിടെ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് വെളിയിലേക്ക് വരാൻ പറയുമ്പോൾ ഈ പെണ്ണ് പറയും ഇപ്പോൾ വരാൻ, നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നതും. ഇപ്പൊ അവൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ഹീറോയിനോട് ഒരു മാസവും അതേപോലെ തന്നെ ഒരു ഡേറ്റും പറയുന്നുണ്ട്. പക്ഷെ അതെന്തോ ഒരു കോഡ് ഭാഷയാണെന്നാണ് തോന്നുന്നത്. ഹീറോയിൻ ഇത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇതേ സമയം വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ട്രക്ക് ഓടിച്ചിട്ട് വന്നല്ലോ, അതിൽ നിന്ന് ആ ഒരു ഡ്രൈവർ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരും. എന്നിട്ടാണ് അവൻ്റെ ആ ഒരു കാറ് കണ്ട് കാറിനെ പറ്റിയെല്ലാം ചോദിച്ച് നല്ല കാറാണെന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു കാറിലേക്ക് തുപ്പി കൊടുക്കും. ചേട്ടാ ഇത് എന്ത് സൈക്കോണെന്ന് നോക്കണേ. അങ്ങനെ ഇവനിങ്ങനെ തുപ്പുന്നത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് മൂക്കിന് നോക്കി ഒരു ഒറ്റ ഇടി അത് തന്നെ വേണം. ഇടി കൊള്ളുന്നതും ഇവ തിരിച്ചടിക്കാനായിട്ട് വരുമ്പോൾ ഇവന്റെ കൂടെയുള്ള വേറെ കുറച്ച് ആളുകളുണ്ട്, അവർ വന്ന് നമ്മുടെ ഹീറോയോട് വഴക്കിടാനായിട്ട് വരുന്നതും. ഇത് കണ്ട ഹീറോയിൻ ഇപ്പോൾ ഷോപ്പിന് വെളിയിലേക്ക് വരുമ്പോൾ അവൾ ഓടി വരുന്നുണ്ട്, ഹേയ് നിർത്താൻ പറഞ്ഞിട്ട്. അതേസമയം അവിടേക്ക് ഒരു പോലീസ് വണ്ടി വരുന്നു. അതിൽ നിന്നും ഒരു ലേഡി പോലീസും വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോലീസിനെ കാണുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പതി അവിടെ നിന്ന് മാറുമ്പോൾ അവർ ലേഡി പോലീസ് വന്നിട്ട് ഹേയ് നിങ്ങളിപ്പോൾ പോയി ഭയങ്കരമായിട്ടുള്ള കുഴപ്പമുണ്ടാക്കുവാണല്ലോ, ഇനി ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ രണ്ടെണ്ണത്തിനെ പിടിച്ച് അകത്തിടും എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും പേടിച്ചിട്ട്, അതും ആ ഒരു റൗഡികളുണ്ടല്ലോ അവന്മാർ പേടിച്ചിപ്പോൾ മാറി നിൽക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് ലേഡി പോലീസ് ചോദിക്കുന്നത്, അല്ല മേഡം നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തായിട്ട് ഞങ്ങൾക്ക് അറിയുന്നൊരു വീടുണ്ട്, ഞങ്ങൾ അവിടേക്ക് പോവാണ് എന്നിവർ ഡീറ്റെയിൽസ് എല്ലാം പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡി പോലീസ് പറയുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾ സേഫായിട്ട് പോയിട്ട് വാ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കാറും എടുത്തിട്ട് ഇപ്പോൾ അങ്ങനെ ആ ഒരു മലയുടെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം കാറിൽ പോകുമ്പോഴത്തേക്കാണ് ഒരുത്തൻ ഇവരെ ഫോളോ ചെയ്ത് ബൈക്കിൽ വരുന്നു. കുറേ നേരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ കാര്യം നമ്മുടെ ഹീറോയിൻ ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ഹീറോയോട് അത് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും ഹേയ് പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേ എന്ന് പറഞ്ഞ് അവൻ കാറിന്റെ വേഗത നല്ലതുപോലെ കൂട്ടും. ഇതേ സമയം ആ ഒരു ബൈക്കുകാരനും നല്ല വേഗതയിൽ വരികയാണ്. സത്യം പറയൽ യുവന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ദേഷ്യമുണ്ട്. വല്ലവരുടെയും ജീവിതത്തിൽ കയറി ഇടപെട്ട് യുവന്മാർ എന്തൊക്കെയോ സാധിക്കാനായിട്ട് ശ്രമിക്കുന്നു, അത് പണത്തിന് വേണ്ടിയിട്ട്. എന്ത് മനുഷ്യജന്മങ്ങളാണെന്ന് നോക്ക്. ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിനുണ്ടെന്നുള്ളതാണ്. ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബൈക്കുകാരൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവരുടെ കാറിൽ ചവിട്ടുന്നു. വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ചേട്ടാ ഇവൻ എന്തോ വേണം, കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ വണ്ടി നിർത്താതെ അങ്ങനെ കുറേ ദൂരം ഓടിച്ചോട്ട് പോയിട്ട് പെട്ടെന്ന് വണ്ടി റോഡിന് കുറുകെ ബ്രേക്ക് അടിച്ചങ്ങ് നിർത്തും. ഇതറിയാതെ ആ ഒരു ബൈക്കുകാരൻ നേരെ കൊണ്ടുവന്ന് ഈ ഒരു കാറിലിടിക്കാതെ പെട്ടെന്ന് വെട്ടിച്ച് മാറ്റുന്നതും ബൈക്ക് ഉൾപ്പെടെ അവൻ പെട്ടെന്ന് താഴേക്കൊന്ന് വീഴുന്നു. എന്തായാലും അവന് നല്ല പണി കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം. അങ്ങനെ നമ്മുടെ ഹീറോയിന് പെട്ടെന്ന് കാറും എടുത്ത് അവർ രണ്ടുപേരും അവസാനം ഇവർക്ക് ആ ഒരു വീടുണ്ടല്ലോ ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു വീടുള്ളത്, അതും തനിയെ. ഇപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വീടുകളിലാണ് ഇവർ വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഇത്രയും നേരം നടന്ന കാര്യങ്ങളെല്ലാം മറന്ന് ഇനിയിപ്പോൾ സന്തോഷമായിട്ട് തന്നെ നിൽക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഒരു വീട് കയറി നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വീട്, അത്രയും വലിയ വീടാണ്, ഒരുപാട് മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ഒരു നല്ല വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് രണ്ടുപേരും കുറച്ചു നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എന്താണ് രണ്ടുപേരും ഒറ്റയ്ക്കേ ഉള്ളൂ, ഇത്രയും വലിയൊരു വീട്, ആരും ചോദിക്കാനും പറയാനുമില്ല. രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു സീനുകളെല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ഒരു കാർ വരുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പൊ എന്താണെന്നറിയാൻ വേണ്ടി ഹീറോ പെട്ടെന്ന് റൂമിനകത്തേക്ക് പോയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവ നേരെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ വേറൊരു കാർ കിടപ്പുണ്ട്. ശരി ഇതെങ്ങനെ ഈ ഒരു കാർ ഇവിടെ? ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു ഷർട്ട് മാത്രം എടുത്തിട്ടിട്ട് അവൾ അങ്ങനെ അകത്തേക്ക് കയറി വരുന്നതും പെട്ടെന്നാണ് ഇവരുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ ഇപ്പോൾ ബാഗുമായിട്ട് അകത്തു വന്ന് നിൽക്കുന്നു. ഹീറോയിനെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോഴത്തേക്ക് അവനും ഷോക്കായിപ്പോയി, അവനെ കാണുമ്പോൾ ഹീറോയിന് ഷോക്കായിപ്പോയി. ഇതേ സമയം ഹീറോ അകത്തേക്ക് വന്നിട്ട് തൻ്റെ ഫ്രണ്ടിനെ കണ്ട് എടാ നീ എന്താ ഇവിടെ എന്താ ചെയ്യുന്നതെല്ലാം ചോദിക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് മാത്രമല്ല അവൻ്റെ ഭാര്യയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ പേര് ഡാരൻ എന്നും അവൻ്റെ വൈഫിന്റെ പേര് മാരിയ എന്നാണ്. സത്യത്തിൽ വേറെ ഒന്നുമല്ല, ഈ ഫ്രണ്ട് ഡാരൻ ഉണ്ടല്ലോ അവരിവിടേക്ക് വരാമെന്ന് ജോണിനോട് പറഞ്ഞിരുന്നു. പക്ഷെ ജോൺ വിചാരിച്ചത് അടുത്ത ദിവസം നാളെയാണ് വരുന്നതെന്നാണ്. ഇന്നേ തന്നെ ഇവർ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ പ്രതീക്ഷിക്കാതെ കയറി വന്നപ്പോഴത്തേക്കും ഇവരുടെ പ്രൈവസിയിൽ പെട്ടെന്ന് കയറി വരുമ്പോഴത്തേക്കും അവർക്ക് രണ്ടുപേർക്ക് എങ്ങനെ ഉണ്ടാവും? നല്ല രീതിയിൽ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുമായിരുന്നു, എല്ലാം നശിപ്പിച്ചു. ഓക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ട് അവർ വന്നു പോയില്ലേ. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷിച്ച് വൈനും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിച്ചിട്ട് ആഹാരമെല്ലാം കഴിക്കുകയാണ്. അവിടെ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇതിന് ശേഷമാണ് ഈ ഒരു മൂവിയിലെ എല്ലാം മാറാൻ പോകുന്നത്. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ ഫോൺ റിങ് ചെയ്യുന്നു.
അങ്ങനെ എല്ലാവരും ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവരുടെ ആരുടെയും ഈ 4 പേരുടെ ഫോണും റിങ് ചെയ്യുന്നില്ല. പക്ഷേ വേറെ ആരുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നോക്കുമ്പോൾ അവളുടെ ബാഗിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഹീറോയിൻ നേരെ ചെന്ന് ആ ഒരു ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു ഫോൺ ഇരിക്കുന്നു. അവൾ എടുത്തിട്ട് അല്ല ഇതാരുടെ ഫോണാ? അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറി പോകുമ്പോൾ ഒരു ലേഡി എന്നോട് സംസാരിക്കാനായിട്ട് വന്നിരുന്നു. ഒരുപക്ഷെ അവരായിരിക്കും ഈ ഒരു ഫോൺ ഇതിനകത്ത് വെച്ചത്. എന്നാൽ അവരെന്തുകൊണ്ട് ഈ ഒരു ഫോൺ എൻ്റെ ബാഗിൽ വെക്കണം എന്ന് ഹീറോയിൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നീടാണ് ഹീറോയിൻ മനസ്സിലാക്കുന്നത് ആ ലേഡി വളരെ പേടിച്ചിട്ടായിരുന്നു. അതുപോലെ അവരെന്തോ ഒരു കാര്യം എന്നോട് പറയാനായിട്ട് ശ്രമിച്ചു. എന്തായാലും അതിനു വേണ്ടിയിട്ടായിരിക്കും അവർ ആ ഒരു ഫോൺ എൻ്റെ കയ്യിൽ തന്നത്. ഈ ഫോണിനകത്ത് എന്താണുള്ളത് അത് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും. ഇപ്പം ആ ഒരു ഫോൺ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് പാസ്വേഡ് വെച്ച് ലോക്കാണ്. അപ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം കൂടി ആലോചിക്കുന്നത്. ആ ലേഡി പോകുന്നതിന് മുന്നേ ഒരു മാസവും അതേപോലെ തന്നെ ഡേറ്റും പറഞ്ഞു തന്നു. അപ്പോൾ അതടിച്ച് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് അതായിരുന്നു അതിൻ്റെ പാസ്വേഡ്. അങ്ങനെ ആ ഒരു ഫോൺ ഓപ്പണായി. അങ്ങനെ ആ ഒരു ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരുപാട് ഫോറിൻ നമ്പറുകൾ. അത് ഇത്രയധികം ഫോറിൻ നമ്പറുകൾ എന്തിനാണ് ഒരാൾക്ക്? അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ വേറൊന്നല്ല, അതിനകത്ത് ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോ. അതും അവരെ ബിക്കിനിയെല്ലാം ധരിപ്പിച്ചിട്ട് അവരുടെ ദേഹം മുഴുവൻ മുറിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഫോട്ടോസാണുള്ളത്. ഇപ്പം അങ്ങനെ ഓരോ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ കണ്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ ഫോട്ടോ ഇതിനകത്തുണ്ട്. അത് കണ്ട് ഹീറോയിൻ നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. ഇത് വേറൊന്നല്ല, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ നല്ലതുപോലെ ഉപദ്രവിച്ച് ഇതുപോലെ അവരുടെ ഫോട്ടോസ് എടുത്തിട്ട് വെളി രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കും. ആവശ്യക്കാരി വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും ഹീറോയിന് മനസ്സിലായ ആ ഒരു ലേഡി ഹീറോയിനെ സഹായത്തിനായിട്ട് വിളിച്ചതാണെന്ന്. പക്ഷെ അവരെ കൊണ്ട് അത് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ഫോൺ എടുത്ത് അവളുടെ പേഴ്സിലേക്ക് ഇട്ടത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ അറിയുന്നത് ഹീറോയിൻ പറയും ശരി നമുക്ക് എന്തായാലും പോലീസിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കാന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ ഒരു ഫ്രണ്ട് ഡാരൻ ഉണ്ടല്ലോ അവൻ്റെ വീട് സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഡാരൻ ഇത് കേൾക്കുന്നത് ഏയ് അതൊരിക്കലും കഴിയത്തില്ല, എൻ്റെ വീട്ടിലേക്ക് പോലീസിനെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുപോലെ ഡാരൻ പറയുന്നത് ഓക്കെ നിനക്ക് ആ ഒരു പത്രത്തിൽ കൊടുക്കാനായിട്ട് ഒരു പുതിയ സ്റ്റോറിക്ക് ഈ കാര്യം കിട്ടിയിട്ടുണ്ടാവാം. ശരി, അത് നീ വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നാളെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ കൊടുത്തേക്ക്. അല്ലാതെ ഈ സ്ഥലത്ത് ഒരിക്കലും പോലീസിനെ വിളിക്കാൻ കഴിയത്തില്ലാന്ന് ഡാരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡാരൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവൾ ഹീറോയിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഡാരൻ്റെ ഭാര്യയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവൾ അവനോട് വഴക്കിട്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് നടന്നു പോവാണ്. ഈ സമയം ഹീറോയിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ അത് എടുക്കത്തില്ല. അതിന് പകരം ഇപ്പം അതിനകത്തുള്ള ഫോട്ടോയും കാര്യങ്ങളും നമ്പരും എല്ലാം ഹീറോയിൻ തൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കും. ഇപ്പോൾ ഹീറോ പെട്ടെന്ന് ഹീറോയിനെ തടയാനായിട്ട് വരുന്നതും ഹീറോയിന് മനസ്സിലാവുന്നില്ല ഇവൻ എന്തുകൊണ്ടാണ് ഹീറോയിനെ തടയുന്നതെന്ന്. കാരണം ഒരു സ്ത്രീയുടെ അവസ്ഥ ഹീറോയിന് മാത്രമല്ലേ അറിയത്തുള്ളൂ. അവൾ അതുപോലെ പറഞ്ഞ് വിഷമിച്ചിട്ട് ഇനി ഇതിലൊരു കള്ളവുമില്ല, നമ്മൾ എല്ലാ സത്യവും പറയുന്നതെന്നല്ല പറഞ്ഞിട്ട് ഇപ്പം ഇവർ രണ്ടുപേരും സമാധാനിക്കുമ്പോഴത്തേക്കാണ് ഡാരനകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഡാരൻ പറയും അവൾ പോയി. മാലി ഉണ്ടല്ലോ ഡാരൻ്റെ ഭാര്യ, അവൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോയെന്ന് പറയും. എന്നിട്ട് അതും പറഞ്ഞ് നമ്മുടെ ഹീറോയോട് വഴക്കിട്ട് അവൻ സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീടിൻ്റെ വെളിയിൽ ബെല്ലടിക്കുന്നു. ഡാരൻ ചോദിക്കും ഇതാരാ? ഹീറോ പറയും ചിലപ്പോൾ പോലീസായിരിക്കും. അങ്ങനെ ഹീറോയും വന്നിട്ട് ആ ഒരു ഡോർ തുറക്കുന്നതും വെളിയിൽ നിൽക്കുന്നത് വേറെ ആരുമില്ല, ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരാണ്. അപ്പോൾ ഹീറോയും പറയും അകത്തേക്ക് വരാൻ പറയുമ്പോൾ അവൾ അകത്തേക്ക് വരത്തില്ല. അവളിപ്പോൾ ഹീറോയിനോട് ആ ഒരു ഫോൺ ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയും പറയും എനിക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി, നിന്റെ ഫാമിലിയുടെ അടുത്തേക്ക് നിനക്ക് പോകണമെന്നുണ്ടല്ലേ, അതിന് ഞാൻ നിന്നെ സഹായിക്കാം, നീ വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ അവൾ ഒരിക്കലും വീടിനകത്തേക്ക് വരുന്നില്ല. എൻ്റെ ഫോൺ താ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഹീറോയിൻ എത്ര പറഞ്ഞിട്ടും അവൾ അകത്തേക്ക് കയറുന്നില്ല. അവസാനം ആ ഒരു ലേഡി ഭയങ്കര ദേഷ്യപ്പെട്ട് എൻ്റെ ഫോൺ തരാൻ പറയുന്നതും ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആ ലേഡി പറയും നിനക്ക് അവരെ പറ്റി അറിയത്തില്ല, അവർ വളരെ മോശപ്പെട്ട ആളുകളാണ്. ഹേയ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ആ ഫോൺ ഇങ്ങ് താ, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ അപ്പോഴും ഫോൺ കൊടുക്കാതെ നിൽക്കുകയാണ്. അങ്ങനെ ഫോൺ കിട്ടില്ല എന്ന് മനസ്സിലാവുന്നതും ആ ഒരു ലേഡി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നത് നമ്മുടെ ഹീറോയിൻ അവരുടെ പിറകെ ഓടും. അപ്പോൾ ഇത് കണ്ട ഡാരനും ഹീറോയിൻ്റെ പിറകെ ഓടുന്നതും ഇവർ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു മുട്ടയുണ്ടല്ലോ അവൻ അവിടെ നിൽക്കുന്നു. ഈ മുട്ടയുടെ അടുത്തേക്ക് ഓടി വന്ന ആ ഒരു ലേഡിയാണെങ്കിലോ ഏയ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് ആ മുട്ടയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴെ തന്നെ ഈ മുട്ടയ്ക്ക് കാര്യം മനസ്സിലായി, ഇതുപോലെ ആ ഫോൺ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നും ഈ മുട്ടയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ആ ഒരു മുട്ട എന്താ ചെയ്യുന്നതെന്നറിയോ, പാവം ആ ഒരു ലേഡിയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവരെ അങ്ങ് കൊല്ലുകയാണ്. ഇപ്പോൾ ഇത് ദൂരെ നിന്ന് കണ്ട ഹീറോ, ഡാരൻ, അതേപോലെ തന്നെ ഹീറോയിൻ, ഇവർ 3 പേര് പേടിച്ചു പോവും. അതുപോലെ ഈ ഒരു മുട്ട മാത്രമല്ല, മുട്ടയുടെ ഒപ്പം അവൻ്റെ കൂട്ടാളികളുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരെയും കാണുമ്പോഴത്തേക്ക് ഡാരൻ പെട്ടെന്ന് ഓക്കെ നിങ്ങൾ അന്വേഷിച്ചു വന്ന ആ ഒരു ഫോൺ അവളുടെ കയ്യിലുണ്ട്, ഞാൻ പോയി അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ അകത്തേക്ക് പോകുന്നത് നമ്മുടെ ഹീറോയിൻ അത് എവിടെയോ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. ഇപ്പം അകത്തേക്ക് വന്ന ആ ഒരു ഫോൺ നോക്കുമ്പോഴത്തേക്കും എവിടെയും കാണാത്തത് കൊണ്ട് ഇവൻ എന്താ ചെയ്യുന്നറിയോ, അവൻ്റെ തോക്കുണ്ട് അതും എടുത്ത് ലോഡ് ചെയ്ത് അതും അവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി. എന്നിട്ട് ഹീറോയിനോട് ആ ഒരു ഫോൺ ചോദിക്കും. അപ്പോൾ ഹീറോയിൻ പറയും ഇല്ല തരത്തില്ല എന്ന് പറയുമ്പോൾ ഇവൻ തോക്ക് കാണിച്ചിട്ട് നിങ്ങൾ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് സുഹൃത്തുക്കളാണെന്ന് പോലും നോക്കുന്നില്ല. ഇപ്പോൾ വേറെ വഴിയില്ലാതെ ഹീറോയിൻ ആ ഒരു ഫോൺ കൊടുക്കുന്നു. അങ്ങനെ
ഡാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഫോണും കൊണ്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും അവന്റെ ഭാര്യയുടെ പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം താഴെ കിടക്കാണ്. ഇത് കണ്ടിട്ട് അവന്റെ ഭാര്യ എന്തായാലും ഇവർ പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് പതിയെ കാറിനടുത്തേക്ക് ഒന്ന് ആ ഒരു മുട്ടയോട് സംസാരിക്കും. ഓക്കെ, നീ ചോദിച്ചതുപോലെ നിന്റെ ഫോൺ ഞാൻ നിനക്ക് തരാം, അതിന് പകരം എൻ്റെ ഭാര്യയെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അവളെ ഇങ്ങ് തിരിച്ചു തരാൻ പറയും. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനും മുകളിൽ നിന്ന് കാണാണ് അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അങ്ങനെ ഇതിലെന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി ഇപ്പോൾ രണ്ടുപേരും വീടിന് താഴേക്ക് വരികയാണ്. അങ്ങനെ നടന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ കാർ ഷെഡ് ഉണ്ടല്ലോ അതവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷട്ടർ അത് വലിച്ചു പൊക്കാൻ വേണ്ടി ഭയങ്കര വെയിറ്റ് ആണ്, രണ്ടുപേരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ പകുതി പൊക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് താഴെ കൂടെ ഇഴഞ്ഞു പോകാൻ കഴിയും. അപ്പോൾ ഹീറോ പറയും, ശരി ഞാനിങ്ങനെ പിടിച്ചേക്കാം, നീ ഇഴഞ്ഞ് വെളിയിലേക്ക് പോയിട്ട് എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും കൊണ്ടുവന്ന് തടയായിട്ട് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ വെളിയിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അതുവഴി വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഡാരൻ ഇവരോട് കുറച്ചു നേരമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത്. ഇവരെ തരത്തില്ല എന്നുള്ള ആ ഒരു ഭാവം വരുമ്പോഴത്തേക്കും ഡാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് വരും. പക്ഷെ അതിന് മുന്നേ തന്നെ ആ ഒരു മൊട്ടയും ടീമും ഡാരന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി അവനെ 2-3 തവണ കത്തി കൊണ്ട് കുത്തി കൊടുക്കും. അതുമല്ല കുത്തുകൊണ്ട് താഴെ ഇരിക്കുമ്പോൾ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവന്റെ തോക്ക് വെച്ച് തന്നെ അവനെ ഷൂട്ട് ചെയ്ത് അങ്ങ് കൊല്ലുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ആകെ പേടിച്ചുപോയി. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് ഒരു വലിയ തടി കൊണ്ടുവന്ന് ആ ഒരു ഷട്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് പൊക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയം ആ ഒരു മുട്ടയുടെ ആളുകളാണെങ്കിലോ വീടിന്റെ ഡോറെല്ലാം ഷൂട്ട് ചെയ്ത് തകർത്തിട്ട് അവർ അകത്തേക്ക് കയറി വന്ന് ഇവരെ രണ്ടുപേരും അന്വേഷിക്കുന്നു. എന്നിട്ട് അതിലൊരുത്തൻ താഴേക്ക് വരുന്നതും നമ്മുടെ ഹീറോ ഇതുപോലെ രക്ഷപ്പെട്ടു പോകാനായിട്ട് വരുന്ന ആ ഒരു കാര്യം കണ്ട് ഹീറോയുടെ അടുത്തേക്ക് ഷൂട്ട് ചെയ്യും. പക്ഷേ ബുള്ളറ്റ് കൊള്ളാതെ രണ്ടുപേരും എങ്ങനെയാ ഒരു വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അടുത്തുള്ള കാടുണ്ട് അതിനകത്തേക്ക് ഓടിക്കയറും. ഇപ്പോൾ ഈ ഒരു മൊട്ട അവന്റെ ടീം എല്ലാവരും അതിനകത്തേക്ക് ഷൂട്ട് ചെയ്തിട്ട് വരികയാണ് ഇവരെ പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ഹീറോയിനും അങ്ങനെ കാടിനുള്ളിലൂടെ കുറേ ദൂരം ഓടിയിട്ട് ഒരു മരത്തിനടുത്ത് വന്ന് ഒളിച്ചിരിക്കുന്നതും ഈ മൊട്ട അകത്തേക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്ത് അവസാനം അവന്റെ ബുള്ളറ്റ് തീർന്നു. അതുകൊണ്ട് അവൻ പറയും, നിങ്ങൾ ഈ കാടിനകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്തായാലും നിങ്ങളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് അവൻ ഇപ്പോൾ കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. ഇപ്പോൾ ആ മൊട്ട പോകുന്നതും നമ്മുടെ ഹീറോയിനും അവിടെ ചെറിയൊരു കുഴിപോലൊരു ഭാഗമുണ്ട്. രണ്ടുപേരും അവിടേക്ക് വന്നിട്ട് ഒളിച്ചങ്ങ് കിടക്കും. ഇപ്പം അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവരുടെ പിറകിലൂടെ ഒരുത്തൻ ഒരു കത്തി കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയെ കുത്താനായിട്ട് വരുന്നത്. ഹീറോ അവന്റെ കൈ വെച്ചങ്ങ് തടയും, എന്നാലും കാര്യമില്ല, അവൻ ആ ഒരു കത്തി ഹീറോയുടെ കയ്യിലേക്ക് കുത്തി ഇറക്കുന്നതും ഇത് കണ്ട ഹീറോയും പിറകിൽ നിന്ന് ഒരു തടി എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അടി കൊള്ളുന്നതും ഈ വില്ലന്റെ കയ്യിൽ നിന്ന് ഹീറോ കത്തി വാങ്ങി ആ വില്ലന്റെ വയറിലേക്ക് കുത്തിയിട്ട് വില്ലനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അവനെ അടിച്ചിട്ട് രണ്ടുപേരും അവിടെ നിന്ന് കുറേ ദൂരം ഓടി അവസാനം കാടിനുള്ളിൽ മറ്റൊരു വീട് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആ വെളിച്ചം കണ്ട് ഓടി ആ ഒരു വീടിനടുത്തേക്ക് വന്നിട്ട് ഡോറിൽ തട്ടുമ്പോഴത്തേക്കും ഒരു വയസ്സായിട്ടുള്ള അപ്പൂപ്പനാണ് ഡോർ തുറക്കുന്നത്. അയാളെ കാണുമ്പോൾ തന്നെ രണ്ടുപേരും കാര്യം പറയുന്നുണ്ട്, ഇതുപോലെ ഞങ്ങളെ 2-3 പേര് കൊല്ലാൻ വരുന്നുണ്ട്, പ്ലീസ് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾ അവരെ രണ്ടുപേരും അകത്തേക്ക് വിളിക്കും. ഇപ്പം അകത്തേക്ക് വന്നത് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അത് കാണുന്നു, അതുപോലെ നെറ്റും ഉണ്ട്. ഉടനെ തന്നെ ഹീറോയിൻ തൻ്റെ മെയിലെടുത്തിട്ട് അതിൽ അവളുടെ ഫോണിലെടുത്ത ആ ഒരു ഫോട്ടോസും അതേപോലെ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇതുപോലെ സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയിട്ട് വിൽക്കുന്നെന്നുള്ള കാര്യം, അതുപോലെ ഒരു ടീം ഇവിടെ ഉണ്ടെന്നും അവരെ പറ്റിയുള്ള എല്ലാ വിവരവും ഹീറോയിൻ അതിൽ ടൈപ്പ് ചെയ്ത് ആ മെയിൽ ഇപ്പോൾ സെൻഡ് ചെയ്യാണ്, അത് അവളുടെ കമ്പനിയിലേക്ക്. അങ്ങനെ ഇതാണെങ്കിലോ ഈ ഫയലുകളെല്ലാം ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് പൂർണ്ണമായിട്ടും സെൻഡ് ആയിട്ടില്ല. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് വേറെ ആരെയോ സഹായത്തിനായിട്ട് വിളിക്കുന്നുണ്ട്. അതുപോലെ ടേബിളിൽ നോക്കുമ്പോഴത്തേക്കും ഈ വീട്ടിൽ താമസിക്കുന്ന അപ്പൂവൻ്റെ കാറിൻ്റെ കീ ഉണ്ട്, അത് ഈ അപ്പൂവൻ കാണാതെ എടുത്ത് കയ്യിൽ വെച്ചേക്കും. ഇതേ സമയം വെളിയിൽ കാണിക്കുമ്പോൾ ആഹാ ആ വില്ലനുണ്ടല്ലോ, അവരെങ്ങനെ ഈ ഒരു വീട് കണ്ടുപിടിച്ചിട്ട് ഇവിടേക്ക് വന്നു. ഇപ്പോൾ വെളിയിൽ ആ ഒരു വില്ലൻ വന്ന കാര്യം നമ്മുടെ ഹീറോയിനും കണ്ടിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു വീടിനകത്ത് ഒളിച്ചിരിക്കും. ഇതേ സമയം അവർ അപ്പൂവിന് മനസ്സിലായല്ലോ ഇവരെ ഫോളോ ചെയ്ത ആളുകൾ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് അപ്പൂവൻ തോക്കുമായിട്ട് ആ ഡോറിനടുത്തായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ വെളിയിൽ നിന്ന് ആ ഒരു വില്ലനാണെങ്കിലോ തൻ്റെ കയ്യിലുള്ള ആ ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ചിട്ട് അകത്തേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. ഈ അപ്പൂവൻ തെറിച്ച് താഴേക്ക് വീഴുന്നതും ഇവരകത്തേക്ക് വന്നിട്ട് നമ്മുടെ അപ്പൂവനെയും അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിലും ആ ഒരു കമ്പ്യൂട്ടറിനടുത്തായിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഈ വില്ലന്മാരകത്തേക്ക് വന്നിട്ട് ഈ കമ്പ്യൂട്ടറിൽ ഫയൽ ലോഡാവുന്ന ആ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് ആ ഒരു കമ്പ്യൂട്ടർ ഷൂട്ട് ചെയ്തങ്ങ് തകർക്കും. എന്നിട്ട് ആ ഒരു വില്ലൻ അവിടെ നിൽക്കുന്നത് ഹീറോ പുറകിലൂടെ വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരിക്കലും കഴിയുന്നില്ല. ഇപ്പോൾ ആ ഒരു വില്ലനാണെങ്കിലോ നമ്മുടെ ഹീറോയെ താഴേക്ക് ചവിട്ടിയിട്ടിട്ട് ആ തോക്ക് ഉപയോഗിച്ച് ഹീറോയുടെ വയറിലേക്ക് ഷൂട്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ തവണ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഹീറോ വിട്ടുന്ന ആ ഒരു തോക്കിലേക്ക് കയറി പിടിക്കും. കറക്റ്റ് സമയത്ത് ഹീറോയിൻ അകത്ത് നിന്നും ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ആ വില്ലന്റെ മുതുകിലേക്ക് 2-3 കുത്ത്, അത് ഒരുപാട് തവണ കുത്തി ആ വില്ലൻ സോഫയിലേക്ക് വന്ന് വീഴുന്നത് ഹീറോ ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് ആ ഒരു വില്ലനെ അവിടെ വെച്ച് കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കും അധികം നേരം നിൽക്കാൻ കഴിയത്തില്ല. ഹീറോ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ഹീറോയും വന്ന് കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അവന്റെ വയറിൽ ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ
അതുകൊണ്ട് ഹീറോ ഉടനെ തന്നെ മരിക്കാൻ പോവാണ്. അതുകൊണ്ട് ഹീറോ പറയും, ഇനി അധികം നേരം നീ ഇവിടെ നിൽക്കരുത് പ്ലീസ്, എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ടു പോ. എൻ്റെ പോക്കറ്റിലെ ഒരു കാറിൻ്റെ കീ ഉണ്ട്, അതും എടുത്തിട്ട് പോകാൻ പറഞ്ഞ് പാവം നമ്മുടെ ഹീറോ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഹീറോയെ വിട്ടിട്ട് പോകാനും കഴിയുന്നില്ല. അവൾ അവിടെ ഇരുന്നിട്ട് കരയാണ്. അങ്ങനെ കുറേ നേരം ഇരുന്ന് കരഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും രക്ഷപ്പെട്ട് പോയാലേ മതിയാവും. അതുകൊണ്ട് ഹീറോയുടെ പോക്കറ്റിൽ നിന്ന് ആ ഒരു കീ എടുത്ത് പെട്ടെന്ന് ഓടി വെളിയിലേക്ക് വരും. എന്നിട്ട് ആ ഒരു കാർ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു പഴയ കാറാണത്. ഓക്കെ, എന്തായാലും രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറിൻ്റെ ഡോറും തുറന്ന് അകത്തേക്ക് കയറി വന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നല്ലതുപോലെ സ്റ്റാർട്ട് ആവുന്നില്ല. അത് കുറേ നേരമായിട്ട് അങ്ങനെ തന്നെ ശബ്ദം ഉണ്ടായിക്കൊണ്ടേ നിൽക്കാണ്, ഒരിക്കലും സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം. ആരാന്ന് വെച്ചാൽ വേറൊരു റൗഡി ഉണ്ടല്ലോ, അവനാണ്. അവനിപ്പോൾ പിറകെ വരുന്നതും ഹീറോയിൻ കാറിനകത്ത് ഒളിച്ചങ്ങിരിക്കും. ഇത്രയും നേരം ശബ്ദം കേട്ടിട്ട് ആ ഒരു വില്ലൻ കണ്ടില്ല എന്നാണോ? ഒരിക്കലും അല്ല. അവൻ പെട്ടെന്ന് ആ ഒരു കാറിന്റെ ഗ്ലാസ് ഇടിച്ച് തകർത്തിട്ട് നമ്മുടെ ഹീറോയിനെ വലിച്ച് വെളിയിലേക്ക് എടുക്കാൻ ശ്രമിക്കും. ഹീറോയിൻ ആണെങ്കിലോ എന്നെ വിടെന്ന് പറയുന്നുണ്ടെങ്കിലും അവ കേൾക്കുന്നില്ല. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുട്ടയുണ്ടല്ലോ, അവനും അവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയിൻ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആടെങ്കിൽ നിൽക്കെന്നും പറഞ്ഞിട്ട് അവളോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് അവിടേക്ക് ഒരു പോലീസ് വണ്ടി വരുന്നു. എൻ്റെ മക്കളെ ഭാഗ്യം, ജസ്റ്റ് മിസ് ഹീറോയിൻ ഇപ്പോൾ രക്ഷപ്പെട്ടു. അങ്ങനെ ആ ഒരു പോലീസുകാരെ കാണുന്നതും ഈ മുട്ട പെട്ടെന്ന് പേടിച്ചങ്ങ് മാറും. ഇപ്പൊ എത്രയും പെട്ടെന്ന് പോലീസുകാർ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആ അപ്പൂവന്റെ വീട്ടിൽ നിന്നും ആരെയും വിളിച്ചിരുന്നില്ല, അത് പോലീസുകാരെയാണെന്ന് തോന്നുന്നു. അങ്ങനെ 2 പോലീസുകാരും അകത്തേക്ക് വന്നിട്ട് ഹീറോയിനും സമാധാനപ്പെട്ട് മേഡം പ്ലീസ് രക്ഷിക്കണമെന്നെല്ലാം പറയുമ്പോൾ ആ ലേഡി പോലീസ് അടുത്തേക്ക് വന്ന് മുട്ടയുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നുണ്ട്. ദേ ഇതുപോലെ പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്റെ മോനെ, ഇത് ഒരിക്കലും പ്രതീക്ഷയില്ല. സത്യത്തില് ഈ പോലീസുകാർ ഇവരുടെ ആളായിരുന്നു. ഒരിക്കലും നമ്മുടെ ഹീറോയിൻ ഇത് പ്രതീക്ഷയില്ല. ആദ്യം നല്ലതുപോലെ ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ അവസാനം ഇതുപോലൊരു പണി ഹീറോയിന് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. ഹീറോയിൻ നല്ലതുപോലെ കരയുന്നുണ്ട്. പക്ഷെ കരഞ്ഞിട്ട് എന്ത് കാര്യം? എന്നിട്ടാണ് ആ ഒരു പോലീസുകാരി മുട്ടയോട് പറയുന്നത്, ഏയ് അവളൊരു പത്രപ്രവർത്തകയാണ്, അവളുടെ കയ്യിൽ ഈ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കരുത്, ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടത്താൻ ശ്രമിക്കും. അതേപോലെ ഇതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ആ പോലീസുകാരി കാറിലേക്ക് വന്നിരുന്നിട്ട് ഇതുപോലെ തൻ്റെ കൂടെയുള്ള ആ ഒരു പോലീസുകാരനെ വെടിയേറ്റു, പെട്ടെന്ന് ഫോഴ്സിന് ഇവിടെ അയക്കണം എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ലേഡി വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അവളെ ആ ഒരു വണ്ടിക്കകത്ത് എടുത്തിട്ട് ഇപ്പോൾ നേരെ കൊണ്ടുവരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒരു വലിയ ട്രക്ക് കണ്ടിരുന്നല്ലോ, ആ ട്രക്കിനടുത്തേക്കാണ്. അത് വലിയൊരു ഗോഡൌണിനകത്താണുള്ളത്. അവിടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോയിനെ കാറിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് അവളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ സത്യം പറയാലോ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അവൾ എത്രയൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവര് വിടുന്നില്ല. അതുമല്ല ഹീറോയിൻ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും വേറൊരുത്തൻ അവിടേക്ക് വന്നിട്ട് ഒരു സൂചി കൊണ്ടുവന്ന് ഹീറോയിന്റെ ദേഹത്തേക്ക് കുത്തി കൊടുക്കുന്നു. അതോടെ ഹീറോയിന്റെ ബോധവും പോയി. എന്നിട്ട് എന്താണ്, നമ്മുടെ ഹീറോയിനെ വലിച്ചെടുത്ത് നേരെ ആ ഒരു ട്രക്കിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അത് തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട്. അത് സ്ത്രീകളാണ്. അവരുടെ എല്ലാവരുടെയും ദേഹമെല്ലാം മുറിഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരെയും ഉപദ്രവിച്ചിട്ടാണ് ഇതുപോലെ കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് നിങ്ങളൊരു ന്യൂസ് കണ്ടോ ഇല്ലേന്ന് അറിയത്തില്ല, ഡൽഹിയിലാണോ എവിടെയാണെന്ന് അറിയത്തില്ല, ഒരുപാട് പെൺകുട്ടികളെയും അതേപോലെ തന്നെ ആണുങ്ങളെയും കാണാതായെന്നുള്ള കാര്യമുണ്ടല്ലോ. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ഇതെല്ലാം കണ്ടിട്ട് അവളുടെ ബോധവും പോയിട്ട് അവസാനം ആ ഒരു ട്രക്കും മൂടി. ഇപ്പോൾ ആ ഒരു ട്രക്ക് അവിടെ നിന്നും ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് രാത്രിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ദിവസമായി. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ മുന്നിലായിട്ട് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ മയങ്ങി കിടക്കാണ്. അതുപോലെ ഇപ്പോൾ സ്ഥലം ഏതാന്ന് വെച്ചാൽ ഒരു ഗുഹ പോലെ എന്തോ ഒരു സ്ഥലം. അതുപോലെ ചുറ്റിനും നോക്കുമ്പോൾ അടുത്ത് വേറെ ഏതൊരു സ്ത്രീ എന്തോ അറിയുന്നത് പോലെ. ഹീറോയിൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഹീറോയിൻ്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, ഡാറിന്റെ ഭാര്യ, അവളായിരുന്നു. ഇപ്പോൾ ഹീറോയിനെ കാണുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്രണ്ടും പെട്ടെന്ന് കരയുന്നത്. എന്നിട്ട് ചോദിക്കും അവർക്ക് രണ്ടുപേർക്കും എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അവർ രണ്ടുപേരും മരിച്ചുപോയെന്ന്. ഇതുകൂടി കേൾക്കുന്നത് അവൾ കുറച്ചുകൂടി കരയും. എന്നിട്ട് അവൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ഞാനാണ്. അവരെന്നെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയണമായിരുന്നു, നിങ്ങൾ അറിയിക്കണമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ സോറി എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുമില്ല, ഒരിക്കലും നിന്റെ തെറ്റല്ല, നീ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ടിനെ സമാധാനിപ്പിക്കുന്നതും ഇപ്പോൾ ആ ഒരു മുട്ടയുണ്ടല്ലോ അവനകത്തേക്ക് കയറി വരും. ഇത് കണ്ട ആ ഒരു ഫ്രണ്ട് പറയും, ഓക്കെ നീ പെട്ടെന്ന് കണ്ണടക്കി അവരെ നോക്കരുത് എന്ന് പറയുന്നത് ഹീറോയിൻ ഉറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ മയങ്ങി കിടക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് അവൾ താഴെ നോക്കുമ്പോൾ ഒരു ആണി കിട്ടുന്നുണ്ട്, അതെടുത്ത് കയ്യിൽ വെച്ച് അങ്ങനെ കിടക്കും. അങ്ങനെ ഹീറോയിൻ കണ്ണടച്ച് കിടക്കുന്നതും ഈ മുട്ടയും അവൻ്റെ കൂട്ടാളിയും അടുത്തേക്ക് വന്നിട്ട് ഈ മുട്ട നമ്മുടെ ഹീറോയിൻ അങ്ങനെ നോക്കി. ഹീറോയിൻ അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തെല്ലാം പിടിച്ചിട്ട് അവൾക്ക് ഉമ്മയെല്ലാം കൊടുക്കാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റേവനാണെങ്കിലോ അടുത്ത് കിടക്കുന്ന ആ ഒരു പെൺകുട്ടികളുടെ ദേഹത്തേക്ക് വീണ്ടും അവരെ മയക്കാനുള്ള ആ ഒരു മരുന്നുണ്ടല്ലോ അത് ദേഹത്തേക്ക് കുത്തിവെക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു മുട്ടയാണെങ്കിലോ ഇവിടെ നമ്മുടെ ഹീറോയിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ ദേഹത്തെല്ലാം അവനിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട്. അവളെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ആ ഒരു ഫ്രണ്ടിനാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല, അവൾ കരയുന്നുണ്ട്. കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോയിൻ ആ ഒരു ആണിയെടുത്ത് മുട്ടയുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്.
ഇന്നോ വാങ്ങിക്കോടാ മുട്ടയെന്നും പറഞ്ഞിട്ട് അവനെ ഇടിച്ചങ്ങ് താഴേക്കിട്ട് ഒരു കല്ലെടുത്ത് ആ മുട്ടയുടെ തലയിലേക്ക് 2-3 അടി അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിച്ചടിച്ചിരിക്കുമ്പോഴത്തേക്കും ആ മുട്ടയുടെ കൂടെ വന്ന മുടിയനുണ്ടല്ലോ, ഇവൻ ഇത് കണ്ടു ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഹീറോയിൻ എങ്ങനെയാലും രക്ഷിക്കണം. ഹീറോയിൻ്റെ സുഹൃത്ത് നോക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ആ ഒരു മുട്ട കൊണ്ടുവന്ന മരുന്നുണ്ടല്ലോ, അത് സൂചിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് 2 എണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു മുടിയനുണ്ടല്ലോ അവൻ്റെ കഴുത്തിലേക്ക് അങ്ങ് കുത്തി കൊടുക്കും. കുറേ നേരം അവനെ പിടിച്ചു വയ്ക്കുന്നതും ആ മുടിയൻ പതിയെ മയങ്ങി അവൻ താഴെ വീഴാണ്. അതുപോലെ മുട്ടയ്ക്കും ബോധമില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ എഴുന്നേറ്റിട്ട് ഓക്കെ വാ നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫ്രണ്ടിനെ വിളിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് പറയും സോറി എന്നെ കൊണ്ട് വരാൻ കഴിയത്തില്ല, കാരണം എൻ്റെ കാലിന് നല്ല പരിക്കുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് നടക്കാൻ പോലും കഴിയത്തില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ എത്രയും ഇവിടുന്ന് വെളിയിലേക്ക് പോയിട്ട് ആരെങ്കിലും സഹായത്തിന് വിളിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ കുറേ ദൂരം ഓടി ഈ ഗുഹയിലൂടെ വെളിയിലേക്ക് വന്നിട്ട് വെളിച്ചം കാണുമ്പോഴത്തേക്കാണ് ഹീറോയിന് ഒരു പ്രതീക്ഷ കിട്ടുന്നത്. അതുമല്ല അവിടെ നിന്ന് കുറേ ദൂരം ഓടി അവസാനം ഹീറോയിൻ ഇപ്പോൾ എത്തുന്നത് എവിടെയാണെന്നറിയോ? ഇവർ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വരുമല്ലോ, അതിനടുത്തേക്ക്. ഇത് കാണുമ്പോഴത്തേക്കാണ് അവൾക്ക് ഇത്തിരി സമാധാനമാവുന്നത്. കാരണം അവൾ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നു. ആ ഒരു സന്തോഷത്തിലേ അവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് പലയിടങ്ങളിലായിട്ട്. പക്ഷെ ഒരെണ്ണം പോലെ അടുത്തേക്ക് വരുന്നു നോക്ക്, എല്ലാണോ അങ്ങനെ തന്നെ നോക്കി നിൽക്കാണ്. പക്ഷെ ഹീറോയിൻ ആണെങ്കിലും നല്ല ധൈര്യമുണ്ട്, ഇപ്പോൾ വെളിയിലേക്ക് വന്നല്ലോ. അതുമല്ല ഹീറോയിൻ ഇതിനു മുന്നേ ഇവിടേക്ക് വന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, ഇപ്പം എങ്ങനെയാണ് അവളുടെ അവസ്ഥ, അതെല്ലാം ആലോചിച്ച് നോക്കി അങ്ങനെ നടന്ന് ആ ഒരു ധൈര്യമെല്ലാം സംഭരിച്ച് നേരെ ആ ഷോപ്പിനകത്തേക്ക് പോകും. ഇപ്പം അതിനകത്ത് നിൽക്കുന്ന ലേഡിയുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്കിതുപോലെ ഹെൽപ്പ് വേണം, എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ ആ ലേഡി പോലീസിനെ വിളിക്കാനായിട്ട് തിരിയാണ്. എന്നിട്ട് അവരുടെ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കുന്നത് നമ്മുടെ ഹീറോയിൻ. അവിടെ മറ്റൊരു ഫോൺ ഉണ്ടായിരുന്നു, അത് ഈ ലേഡി അറിയാതെ അങ്ങ് എടുക്കും. എന്നിട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്ത ട്വിസ്റ്റ്, ഈ ഷോപ്പ് നടത്തുന്നവരും ഇവരും അവരുടെ ആളാണെന്ന് തോന്നുന്നു. ഇപ്പം ആ ഒരു ലേഡി പോലീസ് ഉണ്ടല്ലോ, അവരെ വിളിച്ചിട്ട് ഇതുപോലെ ആ ലേഡി രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആ പോലീസുകാരി പെട്ടെന്ന് സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് വരികയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ വേറൊരു പോലീസുകാരനെ വിളിക്കും. എന്നിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവരോട് പറയും. കാരണം ഇവിടെ നിൽക്കുന്ന ലേഡി ആ ഒരു പോലീസ് ലേഡിയോട് എന്തൊക്കെയാണ് പറഞ്ഞെന്ന് അറിയത്തില്ലല്ലോ. എന്നിട്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ബാത്റൂമിനകത്തേക്ക് പോയിട്ട് അവളുടെ മുഖമെല്ലാം കഴുകി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ലേഡി പോലീസ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ഷോപ്പിലുള്ള ആ ലേഡി പറയും ദേ അവൾ ആ ഒരു ബാത്റൂമിലുണ്ടെന്ന് പറയുന്നതും ഇവള് പെട്ടെന്ന് തോക്കും എടുത്ത് അകത്തേക്ക് വരികയാണ്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇപ്പോൾ നല്ല ധൈര്യമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതുമല്ല ഹീറോയിൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 2 ക്യാമറയുണ്ട് അതിന് നടുവിലായിട്ട്. അതുകൊണ്ട് ഈ ഒരു ലേഡി പോലീസിന് ഹീറോയിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ആ ഒരു ലേഡി പോലീസ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ധൈര്യം, ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ധൈര്യം, മര്യാദയ്ക്ക് 2 കൈ മുകളിലേക്ക് തൂക്കിക്കോ എന്ന് പറയുമ്പോൾ ഹീറോയിൻ അതുപോലെ തന്നെ കൈ 2 മുകളിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലേഡി പോലീസ് അങ്ങനെ നമ്മുടെ ഹീറോയിനെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ ഹീറോയിൻ വിളിച്ചതുപോലെ ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവരെല്ലാവരും ഈ ഷോപ്പിന് വെളിയിലേക്ക് വന്നു. ഇത് കണ്ട ലേഡി പോലീസിന്റെ മുഖം അങ്ങ് മാറും. ഇപ്പോൾ എങ്ങനെയുണ്ട്, നല്ല മുട്ടം പണി കിട്ടിയില്ലേ? എന്നിട്ട് എന്താണ് ആ പോലീസുകാർക്ക് മനസ്സിലായി ഈ ലേഡി പോലീസും വില്ലന്മാരുടെ ആളുകളാണെന്ന്. അതുകൊണ്ട് അവർ വന്ന് ഈ ലേഡി പോലീസിനെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും, പക്ഷെ അവരെ അറസ്റ്റ് ചെയ്തത് എന്തായാലും മോശമായിപ്പോയി, കൊല്ലണമായിരുന്നു. അങ്ങനെ ഹീറോയിനും അവിടെ രക്ഷപ്പെട്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ കാടിനകത്ത് നിന്നും ഒരുപാട് ലേഡീസ് ഉണ്ടല്ലോ ഇവർ പിടിച്ചുകൊണ്ട് പോയാൽ അവരെല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഇത് കണ്ട് പോലീസുകാരെല്ലാവരും വന്നിട്ട് അവരെയും രക്ഷപ്പെടുത്തി. അവസാനം നമ്മുടെ ഹീറോയിൻ്റെ സുഹൃത്തുണ്ടല്ലോ മാലിയ, അവളും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അവളെ കാണുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് സമാധാനമാവുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ ന്യൂസ് കമ്പനി, അവിടേക്ക് വന്ന് തൻ്റെ മാനേജറിൻ്റെ അടുത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു കൊടുത്ത് ഇതുപോലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അവരുടെ വിവരങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് ഇതെല്ലാം പബ്ലിഷ് ചെയ്യാൻ പറയും. കാരണം അവന്മാർക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടണമെന്ന് പറയുമ്പോൾ ഈ മാനേജർ പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞതുപോലെ ഞാനത് ചെയ്യാം. പക്ഷേ ഈ ഗ്രൂപ്പിലുള്ള ബാക്കി ആളുകൾ അവർ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരെന്തായാലും നിന്നെ തേടി പിടിച്ചു വന്ന് കൊല്ലും. അപ്പോൾ ഹീറോയിൻ പറയും ഒരു കുഴപ്പമില്ല, എത്ര പേര് വന്നാലും ഞാനിത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ധൈര്യമായിട്ട് പുറത്തേക്ക് വരുന്നതും എന്തായാലും ഹീറോയിൻ അവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് നമുക്ക് മനസ്സിലായി. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇതുപോലൊരവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ പ്രതികരിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല, എല്ലാവർക്കും അതിന് കഴിയണമെന്നുമില്ല. എന്നാലും മാക്സിമം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള കാര്യം ഈ മൂവിയിലൂടെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതുവരയ്ക്കും ബൈ.